സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. മതി. വായിച്ച ദൈവവചനത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി എന്ന് പറഞ്ഞാൽ മുഖാമുഖമായി സംസാരിച്ചു. ഈ വായിച്ച ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പമായി ചിന്തിച്ച ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സമർപ്പിക്കും. വേദവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട ചിലരെ കുറിച്ച് ദൈവവചനം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഒരാളാണ് മോശ. വായിച്ചതങ്ങനെയാണ്. ഒരുവൻ തന്റെ സ്നേഹിതനോട് കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അവനോട് മുഖാമുഖമായി അഭിമുഖമായി സംസാരിച്ചു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി, മോശ ദൈവത്തിന്റെ സ്നേഹിതനായി, ദാനിയേൽ ദൈവത്തിന്റെ സ്നേഹിതനായി, ബഥാനിയയിലെ ലാസർ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ വേദപുസ്തകത്തിൽ അനേകർ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത് നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അത് മോശ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് ഇവിടെ വേദപുസ്തകത്തിൽ സംബോധന ചെയ്യാൻ പറയാനുണ്ടായ ഒരു 3 മോശയുടെ ചെറിയ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മോശയുടെ ഒരു 3 ചെറിയ പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന ഒരു പദവിയിലേക്ക് അവനെ എത്തിച്ചത്. സ്തോത്രം. ഒന്ന് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. അത് ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞ സമയമില്ലാതെ അവസാനിപ്പിക്കാം. അതേ അധ്യായത്തിൽ തന്നെ മോശയുടെ 3 പ്രാർത്ഥനകൾ കാണാൻ കഴിയും. അതിൽ ഒന്നാണ് അതിന് 13ാമത്തെ വാക്യം വായിക്കാം. മലയാളത്തിൽ വായിച്ചാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. മോശയുടെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കും. നിന്റെ വഴി, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഒരു സിമ്പിൾ ചെറിയ പ്രാർത്ഥന. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഞാൻ ഷോർട്ടായിട്ട് ചില കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ മോശ ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. അതിന് മുഖാന്തരമായ മോശയുടെ ചെറിയ 3 പ്രാർത്ഥനയാണ്. മോശ ഉൾപ്പെടെ 6 ലക്ഷം പുരുഷന്മാർ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ 6 ലക്ഷം കുടുംബങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. 6 ലക്ഷം പുരുഷന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാരാകുമ്പോൾ അവരുടെ ഭാര്യമാർ, കുഞ്ഞുകുട്ടികൾ എല്ലാം കൂടെ ഒരു 25 ലക്ഷത്തോളം വരുന്ന ജനമുണ്ട്. അപ്പോൾ 6 ലക്ഷം കുടുംബങ്ങൾ മിസ്രൈം വിട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചു. ഇനി ശ്രദ്ധിക്കാം, നമുക്ക് അല്പ സമയം ശ്രദ്ധിച്ചു. 6 ലക്ഷം കുടുംബം. ഈ 6 ലക്ഷം കുടുംബങ്ങൾ മരുഭൂമിയിലൂടെ ദൈവത്തെ ആരാധിച്ച്
അവർ വാഗ്ദത്ത നാട് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. അതിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു കുടുംബം മോശയുടെ കുടുംബം. 6 ലക്ഷത്തിൽ ഒരു വ്യക്തി, 6 ലക്ഷം പുരുഷന്മാർ, ഒരു വ്യക്തി മോശ. ഈ 6 ലക്ഷം കുടുംബങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? അവരുടെ നിലവിളി എന്തായിരുന്നു? നിങ്ങൾ ദിവസം വായിച്ചപ്പോഴവർക്ക് അറിയാറുണ്ട്. 6 ലക്ഷം പുരുഷന്മാരുടെയും അല്ലെങ്കിൽ 6 ലക്ഷം കുടുംബങ്ങളുടെയും ആവശ്യം അവർക്ക് വെള്ളമായി, അവർക്ക് ഭക്ഷണമായി, അവർക്ക് വസ്ത്രമായി. സ്തോത്രം, സ്തോത്രം. അവർക്ക് പാർക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർപ്പിടമായി. ഇതിനു വേണ്ടിയല്ലേ ഇസ്രായേൽ മക്കൾ പലപ്പോഴും പ്രാർത്ഥിച്ചതും മോശയോട് വന്ന് പറഞ്ഞതും പുറത്തതും വഴക്കുണ്ടാക്കിയതും എല്ലാം ഇതിനു വേണ്ടിയല്ലേ? 6 ലക്ഷം കുടുംബങ്ങളുടെയും ആവശ്യമായെന്ന് പറയുന്നത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, മോശയോട് അറിയിച്ചത്, മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം എതിരായിരുന്നു. ആഹാരത്തിനായിരുന്നു. ആഹാരം തിന്നിട്ട് തൃപ്തിയില്ല. ആഹാരത്തിന് വേണ്ടിയായിരുന്നു, വെള്ളത്തിന് വേണ്ടിയായിരുന്നു. വെള്ളം കിട്ടിയപ്പോൾ കൈപ്പ് വാങ്ങേണ്ടതിനായിരുന്നു. സ്തോത്രം. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കണം, 6 ലക്ഷം കുടുംബങ്ങളിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഭൗതികമായ ആവശ്യമായിരുന്നു. എന്നാൽ മോശയുടെ പ്രാർത്ഥന നോക്കുന്നു. മോശ എന്താ പ്രാർത്ഥിക്കുന്നത്? മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവമേ, നിന്റെ വഴി നീ എന്നെ അറിയിക്കണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 6 ലക്ഷം കുടുംബങ്ങൾ, എല്ലാ കുടുംബക്കാരുടെയും ആവശ്യം ഭക്ഷണമായിരിക്കുമ്പോൾ, ദാനമായിരിക്കുമ്പോൾ, വസ്ത്രമായിരിക്കുമ്പോൾ, പാർപ്പിടമായിരിക്കുമ്പോൾ, മോശയുടെ പ്രാർത്ഥന ഒരു വ്യത്യസ്തമായ നിലയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണം, നിന്റെ വഴി നീ എന്നെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, മോശയ്ക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ലേ? വസ്ത്രത്തിന്റെ ആവശ്യമില്ലേ? പാർപ്പിടത്തിന്റെ ആവശ്യമില്ലേ? ഇതെല്ലാം മോശയ്ക്കും ആവശ്യമുണ്ട്. പക്ഷേ മോശയുടെ പ്രാർത്ഥന അതല്ല. അവൻ മോശയുടെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. അവന്റെ പ്രാർത്ഥന, കർത്താവേ, നിന്റെ വഴി നീ എന്നെ അറിയിക്കണം. ശ്രദ്ധിച്ചാണ് ഇന്നും ആത്മീയലോകത്തിൽ ദൈവത്തെ സേവിക്കുന്നവരുടെ ആവശ്യവും ആഗ്രഹവും, അവർ പ്രാർത്ഥിക്കുന്നതും അവർ ദൈവത്തെ അനുകരിക്കുന്നതും ദൈവത്തെ പിൻപറ്റുന്നതിന്റെ എല്ലാം ലക്ഷ്യം ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. മോശയ്ക്ക് ഭൗതിക വിഷയം ആവശ്യമാണെങ്കിലും മോശയുടെ ആഗ്രഹം, ദൈവമേ, നിന്റെ വഴി എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒന്ന് അടുത്തറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണം. സ്തോത്രം. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയ തലമുറയും ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ ആരാധകരാണ് ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? ആരാധിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ബാറ്റ്സ്മാൻമാരുണ്ട്, ബോളർമാരുണ്ട്. ഇത് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? ഓരോരുത്തർക്കും ഓരോ ഫാൻസ് ഇല്ലേ? ആരാധകരില്ലേ? ഉണ്ടോ ഇല്ലേ? ജവീഷ് ആരുടെ ആരാധകരാണ്?
അടുത്താണ് പറയാം. എല്ലാം ഒന്ന് ചിലർക്ക് വിരാട് കോഹ്ലി അറിയിക്കാം, ഓരോരുത്തർക്കും ഓരോ ആരാധന. ഞാൻ ചോദിക്കട്ടെ, ഈ 2020 കളി നടക്കുമ്പോഴായാലും വേൾഡ് കപ്പിലായാലും ഏത് കളിയായാലും ക്രിക്കറ്റ് പറയുമ്പോൾ നമ്മള് പിന്നെ അന്ന് ഉറങ്ങത്തില്ല. നമ്മളൊരു അമ്മരാധകരായതുകൊണ്ട് ആ ടീം വരുമ്പോൾ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ടീമുകൾ നടക്കും, നമ്മുടെ ആരാധകന്റെ ടീമിലല്ല ഈ കളിയിൽ നമ്മൾ മുന്നിൽ ഓണാക്കില്ല, നമ്മൾ അന്ന് സഹായിക്കണം. ആരാണ് നമ്മുടെ ബെഞ്ച് ആരായിരിക്കുന്നു അവരുടെ കളി വരുന്ന അന്ന് നമ്മള് നേരം വെളുക്കുന്നത് വരെയാണെങ്കിലും ചെയ്ത് കളിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരാധകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഫോണിൽ കണ്ടിട്ടുണ്ടോ? അത് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. രണ്ട്, അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? എല്ലാവരും പറയാം. ഞങ്ങൾക്ക് ഇല്ലെന്ന് പറഞ്ഞാലിരിക്കണം. എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇതിനകത്തുള്ള പാർട്ടിയാണ്. നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടും ഇല്ല. എന്നിട്ടാണ് കളി വരുമ്പോ ഒരു സിക്സ് അടിക്കുമ്പോ ഭയങ്കര എവിടെ ഇവിടെ ഫോണിൽ ടിവിയിൽ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന പല ബന്ധമുണ്ടോ? ഉണ്ടോ? ഇന്നത്തെ ബന്ധുക്കോസുകാരും ദൈവത്തിന്റെ ഡാൻസായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായോ? കളി വരുമ്പോ സൺഡേ കളിയാണ്, അന്ന് ഭയങ്കര അന്ന് ചെറിയ പോലും പറയാൻ നോക്കുന്നത്. സ്തോത്രം സ്തോത്രം. ദൈവമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ? ദൈവമായിട്ട് ബന്ധമായിട്ടുണ്ടോ? അവിടെ 81 ദൈവം പറയുന്നുണ്ട്, സ്തോത്രം, ഇസ്രായേൽ എന്റെ വഴികൾ നടന്നു എങ്കിൽ കൊള്ളമായി. 81:13 ഇസ്രായേൽ വഴികളിൽ നടന്ന് നലമായിരിക്കും. ഒരാൾക്ക് വായിച്ചത് അയ്യോ എന്റെ ജനം, അയ്യോ ദൈവത്തിന്റെ ആലോചന. അയ്യോ അങ്ങനെയാ പറയുന്നത്. അയ്യോ അയ്യോ എന്നെപ്പോഴാണ് വിളിക്കുന്നത്? ദൈവം അയ്യോ എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? നിങ്ങൾ ആരും അയ്യോ എന്ന് വിളിക്കാറില്ല. വിളിക്കൂ വിളിക്കൂ. വിളിച്ചിട്ടില്ല. നിങ്ങൾ വചനം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച് പ്രസംഗിക്കുന്നത്. നമ്മളെല്ലാവരും അയ്യോ എന്ന് വിളിക്കും. എപ്പോഴാണ്? ഒരു അനർത്ഥം വരുമ്പോ, താങ്ങാനാകാത്തൊരു വേദന, അയ്യോ. ഒരു അപകടം വരുമ്പോ, ഒരു അനർത്ഥം വരുമ്പോ, ഒരു വേദന വരുമ്പോ, സാധാരണ വേദനയ്ക്കൊന്നും വിളിക്കില്ല അല്ലേ? ഒരു കുടുംബമായാലും ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ഒരു അനർത്ഥത്തിന് മുൻപിൽ അവർ അയ്യോ
എന്ന് വിളിക്കും. അതിനപ്പുറമായി ദൈവം തമ്പുരാനോട് അയ്യോ എന്റെ ജനം വായിക്കണം, എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്തം കട്ടളപ്പടിമേലും കുറുപ്പടിമേലും പുരട്ടി സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനത്തിന് ദൈവത്തിന്റെ വഴിയറിയാൻ, അവർ ദൈവത്തിനും അനുഭവത്തറിയാൻ, ദൈവത്തിനും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നതിന് പകരം അവർക്ക് ഭൗതികമായി മതി. സ്തോത്രം. ഭൗതികമായത് മാത്രം മതി. മോശ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കാൻ ഉണ്ടായ ഒന്നാമത്തെ കാരണം അവന്റെ പ്രാർത്ഥനയുടെ വ്യത്യസ്ത അനുഭവമാണ്. എല്ലാവർക്കും ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ, എല്ലാവരും ഭൗതികമായതിനു വേണ്ടി നിലവിളിക്കുമ്പോ, എല്ലാവരും ഭൗതികമായതിനു വേണ്ടി പുറമെടുക്കുമ്പോ, എല്ലാവരും ഭൗതികമായതിനു വേണ്ടി ആ ദൈവത്തിനെ കൂടി വരുമ്പോ, അവൻ മോശ അവൻ നാളിൽ നിന്നിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ നിനക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ അവൻ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. സ്തോത്രം. ദൈവത്തിന്റെ വഴി അറിയാൻ ദൈവം പറയുന്നു, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ദൈവത്തിന്റെ വഴി തീകമുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴി പൂർണ്ണതയുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴി ജീവനുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴി ആനന്ദത്തിന്റെ വഴിയാണ്. ദൈവത്തിന്റെ വഴി നിത്യതയിലേക്ക് നയിക്കുന്ന വഴിയാണ്. ദൈവത്തിന്റെ വഴി അവനെ സന്തോഷിപ്പിക്കുന്നതാണ്. നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. വാഴ്ത്തത് നാട് ലക്ഷ്യമാക്കി ഇറങ്ങിത്തിരിച്ച 6000 കുടുംബങ്ങളും അതിൽ മോശവഴിയുള്ള ആളുകളെല്ലാം അന്നൊന്ന് വേണ്ടുന്നതിന് വേണ്ടി പുറവിളിക്കുമ്പോൾ, അന്നൊന്ന് വേണ്ടുന്നതിന് വേണ്ടി പുറവിളിക്കുമ്പോൾ, അന്നൊന്ന് വേണ്ടുന്നതിന് വേണ്ടി അവർ കരയുമ്പോൾ, അവരിതാ മോശമായി പറയുകയാണ്, ദൈവമേ എനിക്ക് നിന്റെ വഴിയിൽ നിന്ന് കാണിച്ചു തരണം. ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത പുതിയ ചിന്തിച്ചാൽ ഈ വഴി ഒരു സാധാരണ ദൈവത്തിന്റെ വഴി ഒരു സാധാരണ വഴിയല്ല. ഈ വഴിയുടെ പ്രത്യേകത അവരുടെ കർത്താവ് തന്നെ തേജമെന്ന് ചീന്തി ഉണ്ടാക്കിയ ജീവനുള്ള പുതിയ വഴിയാണ് ഈ വഴി. യേശു തന്റെ ശരീരമെന്ന ദേഹം ചീന്തി ദേവാലയത്തിന് തിരശ്ശീല കീറിയതുപോലെ തന്റെ ശരീരമെന്ന തിരശ്ശീല കീറി ഉണ്ടാക്കിയ ജീവനുള്ള ഒരു പുതിയ വഴിയാണ് കർത്താവിന്റെ വഴി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ ആ വഴിയെ കുറിച്ച് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം 7-13 വാക്യം വായിക്കുമ്പോൾ 2 വഴികളെ കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട്. വായിക്കാൻ രണ്ട് വഴിയെ കുറിച്ച് കർത്താവ്, ഒന്ന് വിശാലമായ
നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, ഉം. വഴി വിശാലവും, ഉം. അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഉം. ജീവത്തിലേക്ക് പോകുന്ന വാതിൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ വഴി ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ഞെരുക്കവുമാണ്. നോക്കണം, ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകത അത് ഇടുക്കവും ഞെരുക്കവും. ഞാൻ ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിക്ക് ദൈവം അളവ് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വഴിക്ക് എന്ന് വെച്ചിട്ടുണ്ട് അളവ് വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വഴിക്ക് അളവില്ല, അതിരില്ല, വരമ്പുകളില്ല, വിശാലമായതാണ്. സ്തോത്രം. ലോകത്തിന്റെ വഴി വിശാലമായ അതിന് ഒത്തിരി വരമ്പൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ വഴിക്ക് എന്തുണ്ട്? ദൈവം അളവ് വെച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് നമുക്കത് ഇടുക്കവും ഞെരുക്കവുമായി തോന്നുന്നത്. നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളവരെയും വലുതായിട്ട് കാണും. ലോകവും ലോകത്തിലുള്ളവരെയും വലുതായി കാണുന്ന നമുക്ക് ദൈവത്തിന്റെ വഴി ഇടുക്കവും ഞെരുക്കവുമായിട്ട് തോന്നും. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ കാര്യപരിപാടികൾക്കെല്ലാം ദൈവത്തിന് അളവുകൾ വച്ചിട്ടുണ്ട്. നോഹയുടെ പെട്ടകത്തിന് അളവില്ലേ? അളവില്ലേ? സമാഗമനം കൂടാതെ രാമനാക്ക് പണിയുന്നതിന് അളവില്ലായിരുന്നു. ദൈവത്തിന്റെ എല്ലാ കാര്യപരിപാടികളിലും ദൈവത്തിന്റെ വഴികളിലെല്ലാം ദൈവത്തിന് അളവ് വെച്ചു. സ്തോത്രം. നമുക്ക് ബോധിച്ചതുപോലെ നടക്കാം, ബോധിച്ചതുപോലെ ചെയ്യാം, ബോധിച്ചതുപോലെ ജീവിക്കാം, ബോധിച്ചതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ദൈവം അളവ് വെച്ചു. ഞാൻ കൂടുതൽ അത് വിവരിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വഴി എനിക്ക് കാണിച്ചതാണ് ദോഷപ്രാർത്ഥന. ആ ദോഷയിൽ ശരിയായ പ്രവർത്തനത്തിൽ വെച്ച് 613 ചട്ടങ്ങളും 10 കൽപ്പനകളും അടങ്ങിയ കൽപ്പനകൾ ദൈവം. നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നത് കൽപ്പനകളെ കുറിച്ചാണ്. പക്ഷേ വേദപുസ്തകം കൊണ്ട് ശരിക്കും പഠിച്ചാൽ ശരിയായ പ്രവർത്തി 10 കൽപ്പന കൊടുത്തതോടൊപ്പം തന്നെ 613 ചട്ടങ്ങളും ഇസ്രായേലിന് ദൈവം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വഴിക്ക് അളവുണ്ട്. അളവ്, ആ അളവ് പോലാണ് ഇസ്രായേലിന് ദൈവം കൊടുത്ത അളവ് പോലാണ് 613 ചട്ടങ്ങളും 10 കൽപ്പനകളും. പല ഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നു. ഇനി ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇത് കാഴ്ചയുടെ വഴിയല്ല, ഇത് വിശ്വാസത്തിന്റെ വഴിയാണ്. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, വായിക്കണം 2 കൊരിന്ത്യർ 5:7, 2 കൊരിന്ത്യർ 5:7 വായിക്കണം. മലയാളത്തിൽ വായിക്കുന്നുണ്ട്, വേദത്തിൽ 2 കൊരിന്ത്യർ 5:7. ഹല്ലേലൂയ. കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്തിലത്രേ നടക്കുന്നത്. ഈ വഴിയെ നടക്കുന്നവർ, ഈ വഴി കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഈ വഴിയിലൂടെ ഞങ്ങൾ നടക്കുന്നത്. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചെയ്തി ഉണ്ടാക്കിയ ജീവനുള്ള പുതുവഴിയിലൂടെ യേശു കാമറയുടെ ഒരുക്കിയ വഴിയിലൂടെ, ആ ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവമേ നടക്കുമ്പോൾ കാഴ്ചയാലല്ല, ഭൗതികമായത് കണ്ട് ഭൗതികമായതിനു വേണ്ടിയല്ല, മറിച്ച് വിശ്വാസത്തെ ഈ വഴിയിൽ നടക്കാനിടയാകണം. ദൈവത്തെ ശ്രദ്ധിക്കാം, ദൈവത്തെ ശ്രദ്ധിക്കാതെ ഇത് വിശ്വാസത്തിന്റെ വഴിയാണ്.
അടുത്തറിയാൻ കഴിയും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. വെറുതെ പുത്രൻ കാൽവരിയിൽ മരിച്ചു, നമുക്ക് വേണ്ടി ജീവനെ തന്നു, നമ്മളെ വീണ്ടെടുത്തു, രക്ഷിച്ചു, ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ട് ഇത് രണ്ട് കൈയടി, ഒരു പാട്ട്, 4 അന്യഭാഷയും കൊണ്ട് ഒതുങ്ങിയിരിക്കാനല്ല, മറിച്ച് അവർ നിനക്ക് വേണ്ടി ജീവനെ തന്നവരെ നീ അടുത്തറിയണം, അടുത്തറിയണം. അതാണ് എന്നെ പറഞ്ഞത്. നിനക്കൊരു ഫാൻസ് ഉണ്ടെങ്കിൽ 2 കൈയടി കൊടുക്കണം, എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട്. നമ്മൾ എല്ലാവരും ഒന്ന് അടുത്തറിയാൻ വേണ്ടി മോശ പ്രാർത്ഥി, ദൈവമേ നിന്റെ വഴി നീ എന്നെ അറിയിക്കും. അതിന്റെ അർത്ഥം എനിക്ക് നിന്നെ ഒന്ന് അടുത്തറിയാൻ ആഗ്രഹമുണ്ട്. അതിന് നീ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ആ വഴിയിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം അവനെ കാൽവരിയിലൂടെ തന്റെ പുത്രനോട് ഒരുക്കിയ ആ ജീവനുള്ള പുതുവഴിയായി നടക്കാൻ, ആ പുതുവഴിയിൽ നിന്ന് തിരിച്ചറിയാൻ, അത് വിശ്വാസത്താൽ നടക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥന അതാകുന്നെങ്കിൽ, നിന്റെ ആഗ്രഹം അതാകുന്നെങ്കിൽ, ദൈവമൈതലേ നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നീ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കാൻ യോഗ്യനാണ്. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മോശയുടെ രണ്ടാമത്തെ പ്രാർത്ഥന അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവൻ വായിച്ചാട്ട് അവൻ എഴുതുന്ന 15-ാം വാക്യം. രണ്ടാമത്തെ പ്രാർത്ഥന, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് അടിയനെ അയക്കരുത്. രണ്ടാമത്തെ പ്രാർത്ഥന തിരുസാന്നിധ്യം. സമൂഹം അല്ലെ, സമൂഹം അങ്ങനെ പറയും. സമൂഹ സാന്നിധ്യം എന്താണ് അതിന്റെ അർത്ഥം? മോശ പ്രാർത്ഥനയാണ്, ഇവിടെ നിന്ന് അയക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സാന്നിധ്യം കൂടെ എന്റെ കൂടെ, സാന്നിധ്യം കൂടെ. ഇത് മോശ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ 6 ലക്ഷം കുടുംബങ്ങളിൽ മോശ ഒഴികെ മറ്റൊരുത്തർക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥന അവർ ആവശ്യപ്പെട്ടു. കാരണം അവരാവശ്യപ്പെടാത്തതിന് കാരണം ദൈവം ഈ ഇസ്രായേൽ 6 ലക്ഷം കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു 3 വാഗ്ദത്തം ദൈവം കൊടുത്തു. ഒരു 3 വാഗ്ദത്തം. 33-ാമത്തെ 1 മുതൽ 3 വരെ വായിച്ചാൽ 3 വാഗ്ദത്തങ്ങൾ കാണുന്നു. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീ മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോട് യിസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുമെൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുൻപായി അയക്കും. അവിടെ 2 വാഗ്ദത്തം വായിച്ചു വരും. നീ ഇസ്രായേലിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ഈ ജനവും നിന്റെ സന്തതിയും എല്ലാം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ 6 ലക്ഷം കുടുംബങ്ങൾ മൊത്തമാക്കി. ഇവരെല്ലാം എവിടെ പോകുന്ന കനാൻ നാട്ടിൽ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം. ഈ യാത്രയിൽ 1-ാമത്തെ കാര്യം, ഞാനൊരു ദൂതനെ നിനക്ക് മുൻപായിട്ട് നീയും അയക്കും. മിസ്രയീമിൽ കനാനിലേക്ക് പോകുമ്പോൾ ദൈവം പറയുക, നിങ്ങൾക്ക് മുൻപായി ഞാൻ ആരെ അയക്കും? ഒരു ദൂതനെ അയക്കും. എത്ര ശ്രേഷ്ഠമല്ലേ! വഴിയാത്രയിൽ ദൂതനുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ദൈവം കൊടുത്ത വാഗ്ദത്തം ദൂതനെ ഞാൻ അയക്കും. 1-ാമത്തെ വാഗ്ദത്തം. 2, ആ പാലം നിങ്ങൾ കൊണ്ടുപോകുന്ന പാലും തേനും ഒഴുകുന്ന കാലം എന്ന് പറഞ്ഞാൽ സമൃദ്ധി, ദാരിദ്ര്യമൊന്നുമില്ല, സമൃദ്ധി ദൈവം അവർക്ക് കൊടുക്കുക. വാഗ്ദത്തം ചെയ്യുകയാണ് സമൃദ്ധി, സമ്പൂർണത വാഗ്ദത്തം ചെയ്യുകയാണ്. അടുത്ത വാക്യം, 3-ാമത്തെ വാഗ്ദത്തം. ഏത് ജാതികളെ പേരവിടെ പറയുന്നത്? ഈ ശത്രുക്കളെ എല്ലാം
ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഓടിച്ചു കളയും. ദൈവത്തിന്റെ വാഗ്ദത്തം നോക്കി. ഇസ്രായേലിൽ ഇറങ്ങിത്തിരിക്കുന്ന മോശയോടും കുടുംബത്തോടും അവരുടെ തലമുറയോടും ഇസ്രായേൽ മക്കളോടും കൂടെ 6 ലക്ഷം കുടുംബങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രധാന 3 വാഗ്ദത്തം. 1, നിങ്ങളുടെ യാത്രയിൽ ഞാൻ എന്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. 2, നിങ്ങൾക്ക് ഞാൻ സമൃദ്ധി തരും. 3, ശത്രുക്കളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഓടിക്കും. ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ല ആവശ്യമുണ്ട്? ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇതൊരു മൗനപാലിക്കുന്നത് മറുപടി പറയാം. മറുപടി പറഞ്ഞേ. യാത്രയിൽ കൂടെ ആരുണ്ട്? ദൂതനുണ്ട് അല്ലേ? അസർപാളയത്തിൽ ഒരു ദൂതൻ ഒരു ചിറകിട്ടടിച്ചപ്പോ 1,85,000 ശത്രുക്കൾ സംഘടിച്ച് വീണുപോയി അല്ലേ? അത്രയും ശക്തിയേറിയ ദൂതൻ യാത്രയിൽ കൂടെ ഉണ്ട്. നിന്റെ സംഗീതം നിന്റെ കല്ല് അങ്ങനെ പാദം കല്ല് തട്ടാതെ വേണം അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോ ആ ദൂതന്മാർ കരങ്ങളിൽ പകയ്ക്കും. ഇങ്ങനെയുള്ള ദൂതന കൂടെ ഉണ്ട്. പിന്നെ പേടിക്കണോ? പേടിക്കണമെന്ന് ദൂതനല്ല, ഒന്നും ഇല്ലാതിട്ട് പോലെ നമ്മൾ നടക്കുന്ന നടവേടക്കാണ്. പിന്നെ ദൈവത്തിന്റെ ദൂതനെ കൂടെ കിട്ടിയാൽ പേടിക്കണോ? 2, ഒരു ദാരിദ്ര്യവുമില്ല, സമൃദ്ധി കിട്ടിയ പിന്നെ വല്ല ആവശ്യമുണ്ടോ? ദൈവത്തിന് പാദമെന്ന് പറ. ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സമൃദ്ധി വേണ്ടേ? സമൃദ്ധി. 3, എല്ലാ ശത്രുക്കളെയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നീയും ഓടിക്കണം. ഈ 3 വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞപ്പോ 6 ലക്ഷം കുടുംബങ്ങൾക്ക് ഇനി ആവശ്യമൊന്നുമില്ല. ഇനി ആവശ്യമൊന്നും ഇല്ല. പക്ഷേ മോശ അത് തൃപ്തിപ്പെട്ടില്ല. മോശ പറഞ്ഞു, യഹോവേ, നീ ദൂതനെ അയക്കുന്നത് ശരിയാണ്. പക്ഷേ എനിക്ക് ദൂതനെ അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ദൂതനെയല്ല. എനിക്ക് വേണ്ടത് ദൂതനെയല്ല. എനിക്ക് വേണ്ടത് സമൃദ്ധിയല്ല. എനിക്ക് ശത്രുക്കളെ ഓടിക്കുന്നതല്ല വിഷയം. മറിച്ച് ഈ യാത്രയിൽ നിന്റെ സാന്നിധ്യം എന്നോട് സ്തോത്രം. ഈ യാത്രയിൽ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ദൂതനല്ല കൂടെ ഇരിക്കണം, മറിച്ച് നീ തന്നെ എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം, സ്തോത്രം. ദൂതനെ അയക്കാമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും അത് തൃപ്തിപ്പെട്ടു. മോശ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്ക് ദൂതനെയല്ലേ ആവശ്യം, എനിക്ക് സമൃദ്ധിയല്ലേ ആവശ്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശത്രുക്കളെ ഓടിക്കുന്നതല്ല എനിക്ക് വിഷയം. ഈ യാത്രയിൽ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല. എന്നെ അയക്കരുത്. ദൈവമേ, നമുക്ക് ദൈവത്തെയാണ് ആവശ്യം, കർത്താവിനെയാണ് ആവശ്യം. നിങ്ങളുടെ സമൂഹം, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ. ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള, യേശുവിനെ എങ്ങനെയാണ് വിളിച്ചത്? അവൻ നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിച്ചു. നമുക്ക് ദൂതൻ കൂടെ ഇരിക്കണോ? കർത്താവ് കൂടെ ഇരിക്കണം. സോദരം, 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 സോദരം. ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? മോശയെ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കാനുള്ള 2ാമത്തെ കാരണം അവൻ ദൂതനെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടില്ല. സമൃദ്ധി കിട്ടിയപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടില്ല. ശത്രുക്കളെ നിന്റെ മുമ്പിൽ ഓട്ടിച്ചു കളയും ഞാനെന്ന് വാഗ്ദത്തം കിട്ടിയപ്പോൾ തൃപ്തിപ്പെട്ടില്ല. അവൻ പറയുകയാണ്, ഇതെല്ലാം ശരിയാണ് കർത്താവേ, ഇതെല്ലാം നീ തരുന്നത് നല്ലതാണ്. പക്ഷേ അതുപോലെ എനിക്ക് ഈ യാത്രയിൽ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരണം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ സകലം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം തന്നെ എന്നോട് കൂടെ വരണം. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവർ, യേശുവായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കാൻ കഴിയുമ്പോൾ ഈ മരുന്ന് പ്രയാണത്തിൽ യേശു കൂടെ ഉണ്ടാകുമ്പോൾ അവനെ കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ.
കർത്താവ് കൂടെ ഉണ്ടാകും. സമയം പോകുന്നുണ്ട്. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് മോശയുടെ പ്രാർത്ഥന എന്തായിരുന്നു മോശയുടെ പ്രാർത്ഥന? നിന്റെ വഴിയെ അറിയിക്കുക. രണ്ട്, ദൂതന് അയക്കുന്നത് നല്ല കാര്യമാണ്. ദൂതന് രണ്ടെന്ന് പറയുന്നില്ല. ദൈവങ്ങളെ നമ്മുടെ കാര്യം ചെയ്യാൻ ദൂതന്മാരെ ദൈവം ഏർപ്പാടുണ്ട്. ദൈവത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിവരിക്കുന്നത് ഇതിലൊന്നും നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. യാക്കോബ് പോയ വഴിയാത്രയിൽ യാക്കോബിനോട് കൂടെ ഉണ്ടായിരുന്ന ദൂതനല്ലേ കോവലി വഴി സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അന്യനോട് അടങ്ങിയതല്ല, കൂടെ ഉണ്ടായിരുന്ന ദൂതൻ തന്നെയാണ് മുകളിലോട്ട് കയറിയിട്ട്. അതിനർത്ഥം അവന്റെ യാത്രയിൽ ദൂതൻ കൂടെ ഉണ്ടായിരുന്നു. എത്ര പേർ പുറപ്പെടുന്നതിന്റെ യാത്രയിൽ ഈ ക്രിസ്ത്യൻ കുടുംബത്തിൽ നീ പാർക്ക് നടത്ത്, നീ ജോലി ചെയ്യുന്നിടത്ത്, നീ ജീവിക്കുന്നിടത്ത്, അവന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ദൂതൻ ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നീ വിശ്വസിക്കുന്നത് അവൻ ദൈവം, നമ്മുടെ ദൈവം സാധാരണക്കാരനല്ല, സാധാരണ ഒരു ദൈവമല്ല. തന്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരെ അയക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിൽ തൃപ്തിപ്പെടുകയല്ല, മറിച്ച് ഇത് ദൈവം തന്നെ എന്നോട് കൂടെ ഇരിപ്പാൻ, കർത്താവ് നീ തന്നെ എന്റെ കൂടെ ഇരിക്കണമേ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ആ ഉറപ്പുണ്ടെങ്കിൽ, ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരില്ല. ഞാൻ കണ്ടപ്പോ പേടിച്ച് വിറച്ചു. അവര് മറന്നു. ഒരുപക്ഷെ ദൈവം അവർക്ക് മറന്നു കൊടുത്തതായിരിക്കാം, എന്നെ കാണിക്കാനും കൂടെ ആയിരിക്കാം. ഈ വചനം വന്നപ്പോ ഞാൻ അത് എടുത്ത് പറഞ്ഞു. അത് വിവരിക്കും. ഇസ്രായേൽ മക്കൾക്ക് ദൂതനെ മതി, സമർത്ഥി മതി, ശത്രുക്കളെ ദൈവമാണ്. പക്ഷെ മോശത്തിന് പോരാ. മോശ പറഞ്ഞു, എനിക്ക് നോക്കുവാണ് വിഷയം. ദൂതൻ പറയുന്നതും ശത്രുക്കളെ ഓടിക്കുന്നതും സമർത്ഥി കിട്ടുന്നതും അല്ല എനിക്ക് വിഷയം. പിന്നെ മോശയുടെ വിഷയം എന്തുവാ? മോശയുടെ വിഷയം എന്തുവാ? വാദം പറ മക്കളെ, നിങ്ങളെ പറ, ഇവരെ കൊടുക്കില്ല. നിങ്ങളെ പറ, നിങ്ങളെ പറ. അനീഷ പറഞ്ഞു മോശയുടെ ആവശ്യം എന്തായിരുന്നു? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ വരണം, കൂടെ ഇരിക്കണം. കർത്താവ് നീ കൂടെ ഇരിക്കണം. എനിക്ക് ദൂതം വരുന്നതല്ല വിഷയം, സമർത്ഥി കിട്ടുന്നതല്ല വിഷയം, പിന്നെ ശത്രുക്കളെ ഓടിക്കുന്നതല്ല വിഷയം. നീ എന്റെ കൂടെ ഇരിക്കണം. സ്തോത്രം. നിരന്തരമോ എന്റെ കൂടെ ദൈവം ഇരിക്കണം. മോശയെ ദൈവത്തിന്റെ സ്നേഹിതനായി മാറ്റിയെടുത്ത കഥകൾ ഇതാണ്. ഒന്ന്, നിന്റെ വഴി എന്നെ അറിയിക്കും. രണ്ട്, നീ എന്റെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ തിരുസാന്നിധ്യത്തിലൂടെ പോരണം. മൂന്നാമത്തെ മോശയുടെ പ്രാർത്ഥന അവിടെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ 33-ാം വായിക്കുമ്പോൾ മോശ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ കൂടെ ഇരുന്നാലും പോരാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അതിന്റെ 18-ാം വാക്യം. മൂന്നാമത്തെ പ്രാർത്ഥന, കർത്താവേ നിന്റെ തേജസ്സിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. അതിന്റെ അർത്ഥം എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് നിന്നെ ആകാശ കുടുംബങ്ങളിലെ ആർക്കെങ്കിലും ഈ ആഗ്രഹം ഉണ്ടായോ? ദൈവമേ നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? കർത്താവിനെ കാണണം. ഞാൻ ചോദിക്കട്ടെ, നാം ദൈവസേന കൂടി വരുമ്പോഴെങ്കിലും ഇന്ന് സഭായോഗത്തിന് പോയിട്ട് എനിക്ക് ഈ ചെടിയെ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ
വിശ്വാസ കണ്ണുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ ഒന്ന് കണ്ടിട്ട്, അവനെ അടുക്കപ്പെട്ട കുഞ്ഞാടിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങൂ എന്ന് ഒരു തീരുമാനം പ്രാർത്ഥനയോടെ ദൈവത്തിന് വരാമെന്ന് കഴിയുമോ എങ്കിൽ നിശ്ചയമായും ചെറിയ കണ്ണുകൊണ്ടല്ല, അവൻ ആത്മീക കണ്ണുകൊണ്ട്, ഉൾക്കണ്ണുകൊണ്ട്, വിശ്വാസ കണ്ണുകൊണ്ട് നിനക്ക് കർത്താവിനെ കാണാൻ കഴിയും. മോശയുടെ ആരാധനയിൽ എനിക്ക് എന്റെ കർത്താവിന്റെ തേജസ്സിനെ, ദൈവത്തെ, തേജസ്സിൽ വസിക്കുന്നവനായ കർത്താവിനെ എനിക്കൊന്ന് കാണണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിനപ്പുറം വേറെ എന്ത് ശ്രേഷ്ഠതയുള്ളത്? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പാടിയില്ല. തേജസ്സിലേശുവിൻ പൊന്നുകൻ ഞാൻ കാണും കാലമേറ്റോ, തേജസ്സിലേശുവിൻ പൊന്നുകൻ ഞാൻ കാലമേറ്റോ, ആസനാമേ വിശ്വാസ കണ്ണുകൊണ്ട് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ലോകത്തിന്റെ പാപത്തെ ചുമന്നു നിർത്ത ദൈവത്തിന്റെ കുഞ്ഞാടിനെ വിശ്വാസ കണ്ണുകൊണ്ട് ഒന്ന് കാണാൻ എത്ര വിശ്വാസിക്കുന്നു? സോദരം, 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 സോദരം. ആചരണത്തിന്റെ 1-ാം ദിവസം ഒരു കൂട്ടര് കല്ലറയിലേക്ക് ഓടി. എന്ത് കാണാനാ ഓടി? എന്ത് കാണാനാ ഓടി? മക്കളെ പറഞ്ഞാൽ എനിക്ക് ഒരു എനർജി യേശുവിനെ കാണാനാ പോയി. കാരണം യേശു മരിക്കാൻ അന്ന് അഴിമതിയിൽ യോസേഫിന് വേണ്ടി പണിത പുതിയ കല്ലറയിൽ യേശുവിനെ ചെയ്തു, അടക്കം ചെയ്തു. യേശുവിനെ കാണാൻ ചില സ്ത്രീകളാണ് ഓടിയത്. ഓടിയിട്ട് അവിടെ കല്ലറ തുറന്നു യേശുവിനെ കാണാൻ ഓടി പിടിച്ചോ മൊത്തക്കാലത്ത് പറയും. ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാനും എല്ലാവരും കൂടെ ചേർന്ന് ഓടി കല്ലറയിൽ ഓടിയപ്പോൾ ഇവരെ ഓടിയത് യേശുവിനെ കാണാൻ. പക്ഷേ കണ്ടോ നിർത്താവില്ല. നിങ്ങൾ വാദം കണ്ടോ? ഇതിന് എന്താണ് ഇവരാകെ പാടെ കണ്ടത്? കല്ലറയിൽ നോക്കിയപ്പോൾ കാണാം യേശുവിനെ റൂമാലിൽ ചുറ്റിയൊക്കെ വെക്കുന്നത്, യേശുവിന്റെ മുഖത്ത് മുഖത്തിന് സൈനിക പുറത്തെടുത്ത തുണികളെല്ലാം കൂടെ എന്ത് ചെയ്തു? മടക്കി. അതോ മനസ്സിലായി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എല്ലാം മടക്കി തലയ്ക്ക് മടക്കി ഒതുക്കി വച്ചിരിക്കുന്നതാണ് ആദ്യം. ഇങ്ങോട്ട് നമ്മുടെ കർത്താവ് നമ്മളെ അക്ഷരാർത്ഥം പഠിപ്പിച്ചത് അടുക്കിലിട്ടേ പഠിപ്പിക്കുന്നത്. രാവിലെ 10 മണി 11 മണി കിടന്നുറങ്ങി മുൻകൂട്ടി പുറച്ചുറങ്ങിയിട്ട് വലിച്ചൊറ്റ കട്ടില്ല വെളിയിലൊറ്റ പൊക്ക. കാരണം ഇനിയും രാവിലെ വീണ്ടും പുറച്ച് കിടക്കണമുണ്ട്. ഇനി മറക്കണം പഠിക്കും. വേദപുസ്തകത്തിൽ പോലും കർത്താവിനെ ചുറ്റിയിരുന്ന ചെയ്ത വെറുതെ വലിച്ചു വാരി പുറത്തുവിടുകയല്ല.
പിന്നെ അവരാകെ കണ്ടത് ദൂതനെയും കൂടെ കണ്ടു. സുവിശേഷങ്ങൾ മാറി മാറി വായിക്കണം. 2 വെൺവസ്ത്രധാരികളായ ദൂതന്മാരെ കണ്ടു. ദൂതന്മാരെ പറഞ്ഞു, നിങ്ങളെ മരിച്ചവരുടെയും കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ത്? അവരിവിടെ അവനെന്നിരിക്കുന്നു, ഉയർത്തുന്നിരിക്കുന്നു. ദൂതനെയും മടക്കി വെച്ചിരുന്ന ശബ്ദം കണ്ടു. കല്ലറയിൽ വെൺവസ്ത്രധാരികളായ ദൂതന്മാരെ കണ്ടു. അവരുടെ ശബ്ദവും കേട്ടു. പോയത് കണ്ടോ? ഇത്രയും കണ്ടിട്ട് എല്ലാം വീട്ടിൽ പോകും. ഇന്നത്തെ പ്രതികുറിച്ച് അതെല്ലാം ഇതും കണ്ടോട് പോവുക. ഞായറാഴ്ച വരും, പാസ്റ്ററുടെ ഒരു പ്രസംഗം കേൾക്കും, ദൂതന്റെ പ്രസംഗം കേൾക്കും, പാസ്റ്ററുടെ ഒരു പ്രസംഗം കേൾക്കും, ഒരു ചിലതൊക്കെ കാണും, വീട്ടിൽ പോവുക. സ്വതന്ത്രം കർത്താവിനെ കണ്ടില്ല. പക്ഷെ താങ്കൾ ഒരു സ്ഥലം എനിക്ക് യേശുവിനെ കണ്ടിട്ടേ കർത്താവിനെ ഞാൻ കണ്ടിട്ടേ അവർ കലറക്കുന്നു കരയും പത്രക്കാലത്തിൽ എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം. നമുക്കിത് വിടാൻ മനസ്സിലാക്കുകൊണ്ടാണ് കർത്താവിനെ കാണാൻ പറ്റാതെ, കാണാൻ ആഗ്രഹമില്ല. അത്രേ പറഞ്ഞു സമയമില്ല. അവൾ ഇങ്ങനെ കരയുമ്പോൾ മറ്റുള്ളവർ കർത്താവിനെ കാണാതെ വീട്ടിൽ മടങ്ങിപ്പോയപ്പോൾ ഞാൻ അവനെ കണ്ടിട്ട് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് കല്ലറയുടെ അടുക്കൽ സമീപത്ത് നിന്ന് കർത്താവിനെ കാണാനുള്ള കരയുന്ന പന്തളക്കാർത്തിയുടെ പുറകിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം അവൾ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉയർത്തുന്ന ക്രിസ്തുവിനെ അവൾ കണ്ടു, യേശുവിനെ അവൾ കണ്ടു. ഞാൻ വിവരിക്കുന്നില്ല. ദൈവമായതേ, അവൻ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അവൻ എങ്ങനെയെങ്കിലും വന്ന് ആ ലക്ഷം ജനത്തെ പോലെ ആകാനല്ലോ, അവൻ മറ്റുള്ളവരെ പോലെ ആകാനല്ലോ, അവൻ വന്ന് കർത്താവിന്റെ വഴിയിൽ അറിയണം, അവന്റെ സാന്നിധ്യത്തിനോട് ഉണ്ടാകണം. യേശുവിനെ തന്നെ കാണണോ നീ വാഞ്ചിക്കണം. ഒരു രാത്രിയാണ് കർത്താവേ എനിക്ക് സ്തോത്രം. ഈ 3 പ്രാർത്ഥനയും ഈ 3 ആഗ്രഹവുമാണ് മോശയെ ദൈവത്തിന്റെ സ്നേഹിതനാക്കി മാറ്റി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, അവൻ നമുക്ക് കർത്താവിന്റെ വഴിയും അറിയാം. സ്തോത്രം സ്തോത്രം. 2, അവന്റെ സാന്നിധ്യം കൂടെ ഇരിക്കാൻ, കർത്താവിനോട് കൂടെ ഇരിക്കാൻ. 3, കൂടെ ഇരിക്കുന്ന കർത്താവിനെ ഒന്ന് കാണാൻ എത്ര വാഞ്ചിക്കുന്നു. ഇത് ഒരു കാലം തലയുടെ നടക്കാം, കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കവലം കവല ശരണവനസ്കരമാണ് കർത്താവെ, ഞങ്ങളെ ആരാധിക്കുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്.